നമസ്കാരം. ദില്ലിയിൽ CJP സമരം പൊട്ടിപ്പൊടിക്കുകയാണ്. പല ഭാഗങ്ങൾ, പക്ഷേ അതിൽ മെജോറിറ്റിയും വിദ്യാർത്ഥികളല്ല. കുറേ ആൾക്കാർ ഭീകരവാദികളുടെ തീവ്രപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, മതത്തെ മുൻനിർത്തിക്കൊണ്ട് പോരാടുന്ന പല ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ ഇതിനിടയിൽ പറയുന്നത് അന്ത്യവിധിയുടെ സമയമായി എന്നൊക്കെ രീതിയിലാണ്. ഇനി മറ്റു ചില ആൾക്കാർ വ്ളോഗേഴ്സ് ആയിട്ടുള്ളവർ നേപ്പാളിൽ ഞാൻ പോയി സമരം നടത്തി പൊളിച്ചതാണ്. ചില ആൾക്കാരെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ കല്ലുമായിട്ട് ഡൽഹിയിലേക്ക് വരുമോ, അടിച്ച് പൊളിക്കാം, അത് പാർലമെന്റിനെ തകർക്കണം, പാർലമെന്റിനെ കത്തിക്കണം, അടിച്ച് തൂഫാനാക്കണം എന്നൊക്കെ രീതിയിലുള്ള ആക്രമണോത്സുകമായിട്ടുള്ള കമന്ററികൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇങ്ങനെ CJP സമരം എന്നത് നീറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ല, മറിച്ച് ഇന്ത്യക്കെതിരെ പാർലമെന്റിനെ കത്തിക്കാനും മോദിയെ കത്തിക്കാനും ഒക്കെയുള്ള ആഹ്വാനങ്ങളായി മാറുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ഒരവസരം ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ അവസരമാണ്. ജനങ്ങൾക്ക് പ്രതികരിക്കാമെന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹത്തായ ഒരു പ്രക്ഷോഭങ്ങൾ നടക്കുകയാണെങ്കിൽ, മഹത്തായ മൂവ്മെന്റുകൾ നടക്കുകയാണെങ്കിൽ മാത്രമേ പ്രതിപക്ഷത്തിന് അവരുടെ ഇമ്പോർട്ടൻസ് കീപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മേജർ കറപ്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവർക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല പ്രതിപക്ഷത്തിന്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കർഷക സമരം വന്നത്. കർഷക സമരം വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത്, ഈ മുഖ്യധാരയിൽ നിന്ന് ഇന്ദിരാഗാന്ധി മാറ്റിക്കൊണ്ടുപോയ സിഖുകാരെയാണ് അവർ അതിനൊരു ടൂളായിട്ട് ഉപയോഗിച്ചത്. ഈ സമരത്തിൽ ഉടനീളം പങ്കെടുത്തത് സിഖ് സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അവരെ ആണ് ഇവർ പറഞ്ഞ് പ്രകോപിപ്പിച്ചത്. കാര്യം ഇന്റർനാഷണലി മലയാളികൾക്കാരും വലിയ ഒരു സംഖ്യ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സമുദായമാണ് പഞ്ചാബി സിഖ് സമുദായം. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ കർഷകർ ഒരുവിധം റിച്ചാണ്. അപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്ന കാർഷിക നയങ്ങൾ തീർച്ചയായിട്ടും തെറ്റായിരുന്നു എന്ന് ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട്. അത് ഈ സമരത്തെ തുടർന്ന് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമരം വരുമ്പോഴത്തേക്ക് ആ സമരത്തിനനുസരിച്ചിട്ട് ഗവൺമെന്റ് നയം മാറ്റുക എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തല ഉരുളേണ്ടത് തന്നെയാണ്. എന്ന് വെച്ച് ധർമാന്തര പ്രധാൻ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ആ വകുപ്പിൽ തുടരുന്നതിനോട് എനിക്കും വലിയ യോജിപ്പില്ല. നമ്മളത് രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറയുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് 3 മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 3 പ്രാവശ്യം ഉത്തരക്കടലാസുകൾ ചോർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുക തന്നെ വേണം. പക്ഷേ അത് പറയുന്നത് ആരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ പറയുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്, ഇവിടുന്ന് സതീശൻ വരെ അവിടെ പോയിട്ടുണ്ട്. സതീശൻ ഇവിടുത്തെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ട് പോലും അന്വേഷിച്ചിട്ടില്ല. ഇവിടെ നടന്ന PSC ചോദ്യപേപ്പർ ചോർച്ചയും അനധികൃത നിയമനത്തിൽ ഒന്നും ഒരു അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല. കർണാടകയിൽ ഇതിനേക്കാളും ദയനീയമാണ് അതിന്റെ അവസ്ഥ. രേവന്ത് റെഡ്ഡിയുടെ കാര്യം പറയുകയും വേണ്ട. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇത്തരം ഇൻസിഡന്റുകളും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടും. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ എന്തായാലും ഒരു മന്ത്രി ചെന്നിട്ട് ആരെന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വേറെ കൊടുക്കുമെന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും ഇത്തരം കാര്യങ്ങൾ ഇനി തുടരാത്ത രീതിയിൽ, ഇത്തവണ ഇന്ത്യൻ എയർഫോഴ്സിനെ വരെ ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇത്തരം ഒരു കാര്യത്തിൽ എന്തുമാത്രം കൺസേൺഡ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ ദേശീയ തലത്തിൽ ഈ പ്രവേശന പരീക്ഷയെല്ലാം ഏകോപിപ്പിച്ച് ഓരോരോ സംസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷ ഏകോപിപ്പിച്ച് ദേശീയ തലത്തിലാക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റിന് അത്ര തന്നെ ശ്രദ്ധ ഇതിൽ പുലർത്തേണ്ടി വരുമെന്നുള്ള കാര്യം അവർ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വന്നു. പക്ഷെ അത് ചെയ്തില്ല. സാധാരണഗതിയിൽ ഒരു CBSE പരീക്ഷയോ മറ്റോ നടക്കുന്ന രീതിയിൽ ഒരു പരീക്ഷ, അല്ലെ ഒരു CPM-ന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് പറയേണ്ടത്. അവർക്കൊരു ജാഗ്രത കുറവുണ്ടായി. അതിന്റെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. രാഷ്ട്രീയക്കാർക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ മാത്രം ശിക്ഷിക്കപ്പെടണം. ഇതൊരു സിസ്റ്റമിക് എറർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ സിസ്റ്റമിക് എറർ വരുന്ന സമയത്ത് അതിന്റെ കൺസേൺഡ് മിനിസ്ട്രിയുടെ രാജിവെക്കലിന് അപ്പുറം ആ സിസ്റ്റമിക് എററിന്റെ ലൂപ്പ് ഹോൾ എവിടെയാണെന്ന് കണ്ടെത്തി. കാരണം നാളെ ഒരു പൊളിറ്റിക്കൽ ബോസ് വന്നാലും
മീൻസ് നാളെ ഒരു മിനിസ്റ്റർ വന്നാലും ഈ സിസ്റ്റം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ ഒരു സിസ്റ്റമിക് എറർ പോസിബിൾ ആണ്. നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ടുള്ള ഒരു ഏർപ്പാടാണ് പൈസ കൊടുത്ത് ചോദ്യപേപ്പറുകൾ വാങ്ങാം. അത് ഇപ്പോൾ നമ്മൾ ഈ ചോർന്നു എന്ന് മനസ്സിലാക്കുന്ന പരീക്ഷകൾ കുറച്ച് ചെറുതാണ്, ചോർന്നു എന്ന് മനസ്സിലാക്കാത്ത പരീക്ഷകൾ വളരെ വലുതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരികെ വരെയായിരുന്നു, 6 മാസത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ പല പരീക്ഷകളും നേരിടുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾ നഗരപ്രദേശങ്ങളിലേക്ക് പോയി, ചില ഏജന്റുമാർ തന്നെ ഇതിനകത്തുണ്ട്. ഈ ഏജന്റുമാരുടെ കയ്യിൽ കാശ് കൊടുത്തതിന് ശേഷം ചോദ്യപേപ്പർ വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നാണ് കുറച്ച് കാലം മുന്നെയാണ് ഒരു സിവിൽ സർവീസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്ത് വളരെയധികം നല്ല രീതിയിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തി വരുന്ന ഒരു മഹാൻ, ഈ മനുഷ്യന് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ വർഷം IPS കിട്ടിയതാണ്. IPS കിട്ടി അടുത്ത വർഷത്തെ IAS ട്രൈ ചെയ്തത് ഭാര്യയുമായി ചേർന്നും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആളുമായി ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഗൂഢാലോചന നടത്തി മീൻസ് അവിടെ കോപ്പി അടിക്കാനുള്ള ശ്രമമാണ്. അതായത് ബട്ടൺസിൽ ഘടിപ്പിച്ച ഒരു ക്യാമറയിൽ നിന്ന് നേരെ ഈ സ്കാൻ ചെയ്ത് ഡ്രൈവിൽ പോകുന്നു. ഡ്രൈവ് വഴി അവർ ഭാര്യയും അടുത്ത കൂടെയുള്ള ആൾ ഡൗൺലോഡ് ചെയ്തുന്ന ചോദ്യത്തിന് ഇവർ ഉത്തരം ഇതേ വഴി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഹെഡ്സെറ്റ് ചെവിക്കുള്ളിൽ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ബഡ്സ് പോലുള്ള ഹെഡ്സെറ്റ് ചെവിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഈ രീതിയിൽ ആസൂത്രിതമായിട്ട് സിവിൽ സർവീസ് പരീക്ഷ കോപ്പി അടിക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും പ്രീമിയം എക്സാം ഉൾപ്പെടെ സിവിൽ സർവീസ് പരീക്ഷയുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കുറവാണ് ആൾക്കാരുടെ. ഇത് ഇന്ത്യയിൽ 10 ലക്ഷത്തോളം പേര് എഴുതുന്ന പരീക്ഷയാണ്. അല്ല, ഇത് ഇന്ത്യയിൽ 10 ലക്ഷം അല്ലല്ലോ. ഇത് നീറ്റ് പരീക്ഷ കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ എന്നതല്ല, ഈ ലോകത്തിലെ തന്നെ അല്ല, ഈ ലൂപ്പ് ഹോൾസ് അടയ്ക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ഇത് ലീക്ക് ആയിട്ടും 3ാമത്തെ പ്രാവശ്യം ലീക്ക് ആയത് എങ്ങനെയെന്നുള്ളതാണ് ആൾക്കാർ. ഇതാണ് നമ്മുടെ സിസ്റ്റം അതിന്റെ ഫെയിലിയർ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ അതിനിപ്പോൾ പിന്നീട് അവർ നടത്തിയ തൊട്ടടുത്ത പരീക്ഷ ഈ പറഞ്ഞ പോലെ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ഫർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുവാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതേ ജാഗ്രതയോടുകൂടി തന്നെ വളരെ കൃത്യമായി ആ സിസ്റ്റത്തിന്റെ ഫെയിലിയർ എവിടെയാണ് കണ്ടെത്തുക എന്നാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു LGS എക്സാം നടന്നു. ഒരു എക്സാം നടന്ന സമയത്ത് ഉച്ചയ്ക്ക് ഹാളിൽ കയറി ഇരുന്നപ്പോഴാണ് അറിയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. പരീക്ഷ ക്യാൻസൽ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് തിരികെ പോകേണ്ടി വന്നു. കഴിഞ്ഞ 10 വർഷവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത് മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതിന് പുറമെ OMR ഷീറ്റിന്റെ വാല്യുവേഷൻ, OMR മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഓൺ വാല്യുവേഷൻ കൈകൊണ്ട് മൂല്യനിർണ്ണയം നടത്തി നിരവധിയായിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റി. കേസ് പോലെ ഏറ്റവും വലിയ പരീക്ഷ, PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷ, ആ പരീക്ഷ നടത്തിയതിന് ശേഷം ഇടത് സഖാക്കന്മാരുടെ ഭാര്യമാരെ, ഷിജു ഖാന്റെ ഭാര്യയ്ക്ക് തിരികെ കയറ്റിയതിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏറ്റവും മുകൾ തട്ട് മുതൽ ഏറ്റവും കീഴ്ത്തട്ട് വരെയുള്ള പരീക്ഷ ചോരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും അത് സിസ്റ്റമിക് എറർ അല്ല, അത് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ആണ്. മറ്റത് സിസ്റ്റമിക് എറർ ആണ്. അപ്പൊ സിസ്റ്റമിക് എറർ വരുമ്പോഴത്തേക്കും ഇല്ല, ഇവിടെ ഞാൻ ഇടപെടുന്നത് ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷാ ചോർച്ചയോ അത് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമല്ല. കാര്യം പരീക്ഷാ ചോർച്ച കഴിഞ്ഞു, അതിനുശേഷം ആ പരീക്ഷ വീണ്ടും നടത്തി, അതിനകത്ത് ആർക്കും പരാതിയില്ലായിരുന്നു, ആ മാറ്റർ കഴിഞ്ഞു. ഇപ്പൊ വിഷയം ഇതിനകത്ത് വന്നിരിക്കുന്ന ഫോറിൻ ഫണ്ടിങ് ആണ്. ഈ വാങ്ചുക് എന്ന് പറയുന്ന ആളുടെ ഫോറിൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴത്തേക്ക് അവർ ഉപയോഗിച്ച ആദ്യത്തെ ലെതൽ വെപ്പൺ എന്ന് പറയുന്നത് ഫോറിൻ ഫണ്ടിന്റെ മോണിറ്ററിംഗ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തത്തിൽ നിങ്ങൾ എവിടെ ഫോറിൻ ഫണ്ട് വാങ്ങിക്കണമെങ്കിലും ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റിൽ SBI ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ പലയിടത്തും പല അക്കൗണ്ടും പലയിടത്തും എടുത്ത് പല രീതിയിലും ചെയ്യുന്ന ഒരു രീതി ഇനി നടപ്പില്ലാന്ന്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈയിടയ്ക്ക് നമ്മൾ കണ്ടു, ആസാമിൽ വെച്ചിട്ട് നോർത്ത് ഈസ്റ്റിൽ വെച്ചിട്ട് 92 കോടി രൂപ ATM വഴി വിഡ്രോ ചെയ്തു പോകും. അപ്പോൾ ഈ ഫോറിൻ ഫണ്ടിങ് ഇന്ത്യയിൽ വരണമെങ്കിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫോറിൻ ഫണ്ടിങ് വരത്തുള്ളൂ. ആ താല്പര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണത്തെക്കാളും കുറഞ്ഞ ഒന്നുമല്ല. ലോകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഭരണകൂടങ്ങൾ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം CIAക്ക് ഒരു ഹാൻഡ് ഉണ്ട്. ഇവിടെ പലയിടത്തും വരുന്ന അമേരിക്കൻ പൗരന്മാരുടെ ആവശ്യമില്ലാത്ത പ്രസൻസ് നമ്മൾ ചിന്തിക്കണം. അവരെന്തിനവിടെ വന്നു എന്ന് നോക്കണം.
അവർ മനുഷ്യാവകാശത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഗോണ്ടനാമോ ജയിലുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അവിടെ മനുഷ്യാവകാശം ഇല്ല, അവർക്ക് ഇറാനിൽ മനുഷ്യാവകാശം ഇല്ലേ. അപ്പൊ ഇന്ത്യയിൽ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ചാമ്പ്യന്മാരായിട്ട് നടക്കുന്നത് അമേരിക്കക്കാരാണ്. ഈ അമേരിക്കക്കാരിൽ പലരും സിഐയുടെ ഏജന്റുമാരായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇന്ത്യക്കെതിരായിട്ട് ആഗോളതലത്തിൽ വരുന്ന എന്തെങ്കിലും ഗൂഢാലോചനകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, ഫോറിൻ മണി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇതിന്റെ നേതാവ് തന്നെ അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയാണ് ചെയ്തത്. എന്തിനാണ് അയാൾ അവിടെ ചെയ്തത്, അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അയാളുടെ ആന്റിസിഡൻസ് എന്തൊക്കെയാണ്, ഇതൊന്നും ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസി വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്തില്ല എന്ന് വേണം കാണാം. ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള സൗരവ് ദാസ് ഇവിടെ നോർവേയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനം നടന്നതിൽ, ആ സമ്മേളനത്തിൽ പോയതിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഹെല്ലാലിംഗ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ. ഹെല്ലാലിംഗ് എന്നൊരു മാധ്യമപ്രവർത്തകൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. അത് മോദി നോർവേയിൽ പോയപ്പോഴത്തേക്കും മോദിയെ പുറകെ നടന്ന് ചോദ്യം ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ ഹെല്ലാലിംഗും, അതോടൊപ്പം തന്നെ ആന്റി ഇന്ത്യ ഗ്യാങ്ങിലുള്ള മറ്റൊരു മാധ്യമപ്രവർത്തകനാണ് ഇതിന്റെ തലതൊട്ടപ്പനായിട്ടുള്ളത്. ഈ രീതിയിൽ നോർവേ ബേസ്ഡ് ആയിട്ടുള്ള, സ്വീഡൻ ബേസ്ഡ് ആയിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ലോകത്ത് ഹൈന്ദവ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്ന, മറ്റ് ഫിജിയിലൊക്കെ ഉള്ളവരും ഹിന്ദുക്കളാണ്, നേപ്പാളികളും ഹിന്ദുക്കളാണ്, പക്ഷെ ഒരു ഹൈന്ദവ നേതാവായിട്ട് അറിയപ്പെടുന്ന ഒരാള് ഇന്ത്യ പോലൊരു രാജ്യം ഭരിക്കുന്ന ഒരു സമയത്ത് മറ്റു മതവിഭാഗങ്ങളിലുള്ളവർക്ക്, അത് സിഖുകാർക്ക് പോലും, കാനഡയിലൊക്കെ ഈ സിഖുകാരെ സപ്പോർട്ട് ചെയ്തത് അവിടുത്തെ ആൾക്കാരാണ്. ഇന്ത്യയിലെ ഈ കട്ടിംഗ് ദ സൗത്ത് എന്നും പറഞ്ഞുകൊണ്ട് ആ പ്രൊജക്ടിന് ഫണ്ട് ചെയ്തത് കാനഡക്കാരാണ്. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഹൈന്ദവ ഭരണത്തിനെതിരെ അണിനിരക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ കൂട്ടരും, അവര് ബുദ്ധിസ്റ്റുകളാണെങ്കിൽ ചൈന ഒരു ഭാഗത്ത് നിൽക്കും, ക്രൈസ്തവരാണെങ്കിൽ അവർ വേറൊരു ഭാഗത്ത് നിൽക്കും, ഇസ്ലാമിസ്റ്റുകളാണെങ്കിൽ വേറൊരു ഭാഗത്ത് നിൽക്കും, സിഖുകാരാണെങ്കിൽ വേറൊരു ഭാഗത്ത് നിൽക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഹിന്ദുസ് വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് എല്ലാവരെയും സംശയത്തിന്റെ കണ്ണുകളോടെ കാണേണ്ടി വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ സമരം, വിദ്യാർത്ഥി സമരമൊക്കെ, നമ്മളൊക്കെ വിദ്യാർത്ഥി സമരത്തിലൂടെ മുന്നോട്ട് വന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ വിദ്യാർത്ഥി സമരത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ ഭരണമാകുമ്പോഴത്തേക്ക് രാജ്യത്തിന് പേടിച്ചേ പറ്റും. തീർച്ചയായും രാജ്യത്തിന്റെ ഭരണം എന്നതിനപ്പുറം രാജ്യത്തിന്റെ ഭാവിയിലേക്ക് അവർ, തീർച്ചയായും രാജ്യത്തിന്റെ ഭരണം കേൾക്കുന്നത് എന്തായാലും രാജ്യത്ത് നല്ലതിന് വേണ്ടിയില്ല, നശിപ്പിക്കാനും രാജ്യത്ത് അരാജകത്വം രാഷ്ട്രീയ കക്ഷി എന്നതിനപ്പുറം നമ്മുടെ മുന്നോട്ടുള്ള 80കളിലും 90കളിലും കണ്ടു. 80കളിലൊക്കെ ഞാൻ ജോധ്പൂർ ഉള്ളപ്പോഴത്തേക്ക് പാകിസ്ഥാനികള് ജോധ്പൂരിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അവര് പൈസ ഉണ്ടാക്കുന്ന അത്രയും ഹെറോയിൻ കടത്തിയിട്ടാണ്. അവിടെ തേയില കൃഷിയില്ല, കറുപ്പ് കൃഷിയാണുള്ളത് പാകിസ്ഥാനിൽ. അപ്പോൾ ഇന്ത്യ എന്നൊരു രാജ്യത്ത് അസ്ഥിരപ്പെടുത്താനും ഇന്ത്യൻ എക്കണോമി ഇല്ലാതാക്കാനും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഇല്ലാതെ, ഇപ്പൊ ഇന്ത്യ ഈ കഴിഞ്ഞ 60-75 വർഷങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ സ്ഥിരത കാണുന്ന 12 വർഷങ്ങൾ ഒരുമിച്ച് ഒരാൾ ഭരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ലോകത്ത് പലർക്കും ഹാലിളകും. ജനാധിപത്യ രീതിയിൽ 12 വർഷം, അത് കഴിഞ്ഞ് 15 വർഷം ഒരാൾ ഭരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും അതിന് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്ക് വിദ്യാർത്ഥികൾ ടൂൾസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. നമ്മളാരും വിദ്യാർത്ഥി സമരങ്ങൾക്കോ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കോ വിദ്യാർത്ഥികളുടെ ഭാവിക്കോ ഒന്നും നമ്മളിതില്ല. നമുക്കും കുട്ടികളുണ്ട്, നമുക്കും വിദ്യാർത്ഥികൾ, നമ്മളെ മക്കളൊക്കെ വിദ്യാർത്ഥികളാണ്, അവരുടെയൊക്കെ ഭാവി നമ്മളും കൺസേൺഡ് ആണ്. പക്ഷെ അതൊരു ആക്രമത്തിലോട്ട് പോകുന്നത്, ആക്രമം വരുന്നതും ഞാൻ സന്തോഷിക്കുന്ന കാര്യം, ഇത്തരം കാര്യങ്ങൾ നടക്കണം. പക്ഷെ ഇതിനകത്ത് വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെതിരായിട്ട് അണിനിരക്കുക, നമ്മളെ കാര്യങ്ങൾ പിന്നീട് നോക്കുക. ഇതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിഘടനവാദികൾ, ഭീകരവാദികൾ ഇതിനകത്തേക്ക് കയറി പറ്റിയുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ്. രാജ്യത്തിൻ്റെ ഭാവി സുഭദ്രമാക്കുവാൻ വേണ്ടിയിട്ട് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ രാജി എന്നതിനപ്പുറം രാജ്യത്തിൻ്റെ ഭാവിയാണ്, രാജ്യത്തെ മാനവ വിഭവ ശേഷിയുടെ ഭാവിയാണ്. നമസ്കാരം.